നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ നിൽക്കുകയാണ്. ഈ അക്കൗണ്ടിൽ നിന്നിട്ട് ഒരു ചിത്രം നേരത്തെ അപ്ലോഡ് ചെയ്തു. പക്ഷേ അപ്ലോഡ് ചെയ്ത ചിത്രം നമുക്കിപ്പോൾ കാണാനില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നുകൊണ്ടാണ് അപ്ലോഡ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം ഇവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ക്രമീകരണങ്ങൾ കാണാം. എന്നിട്ട് തൊട്ട് താഴെയായിട്ട് അപ്ലോഡുകൾ എന്ന് കാണാം. ഈ അപ്ലോഡുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്ലോഡുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത എല്ലാ ചിത്രങ്ങളും കാണാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ചിത്രം നേരത്തെ അപ്ലോഡ് ചെയ്തതായിരുന്നു, പക്ഷേ അത് മിസ്സായിപ്പോയി, കാണാണ്ടായിരുന്നില്ല. ഈ ചിത്രമാണ് നമുക്ക് ആവശ്യം. ഈ ചിത്രം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചിത്രമാണെന്ന് ഉറപ്പ് വരുത്തി. അതിനുശേഷം ഇതിന് താഴെ നമുക്ക് ഇതിൻ്റെ ഒരു ഫയൽ നെയിം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫയൽ നെയിം ഒന്ന് എടുക്കാം. ഇതാണ് ഫയൽ നെയിം. ആ ഫയൽ നെയിം അവിടെ നിന്ന് അങ്ങോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തു. ഇനി ചിത്രം എവിടെയാണ് ഉൾപ്പെടുത്തേണ്ടത് നോക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് ഉൾപ്പെടുത്തേണ്ടത്. പ്രവർത്തനങ്ങൾ എടുക്കുന്നു. ഇവിടെ ഇയർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ തിരുത്തുക ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെയായിരുന്നു നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ക്ലസ്റ്റർ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഉൾപ്പെടുത്തുക ക്ലിക്ക് ചെയ്യുന്നു. ചിത്രങ്ങളും മീഡിയകളും എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അപ്ലോഡ് സെലക്ട് ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ തിരയാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരയുന്ന സ്ഥലത്ത് നമ്മൾ ആ ഫയൽ നെയിം ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പേരിലുള്ള ഫയൽ കാണിച്ചു തരും. അതിനുശേഷം ചിത്രം സെലക്ട് ചെയ്യുന്നു. ദെൻ ചിത്രം ഉപയോഗിക്കുക എന്ന് ക്ലിക്ക് ചെയ്യുക. ഉൾപ്പെടുത്തുക എന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രം നമ്മുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി മാറ്റങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുകയും ആ ചിത്രത്തെ വീണ്ടും നമ്മുടെ പേജിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യാം.